ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കി. അപ്പോൾ ഞാനും അമ്മി വെറുതെ ഉമ്മർത്ത് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് കേട്ടോ വലിയ ഐസ്ക്രീം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വലിച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വന്നാൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വൈറ്റ്ബെറിയുടെ ഐസ്ക്രീം ആയിരുന്നു. ഈ ഐസ്ക്രീമിന് ഒരു പുളിപ്പുണ്ടായിരുന്നു. ഇനി ഈ ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ അങ്ങനെയാണോ അതിന് കുറച്ച് പഴകിയിട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ശർക്കര. ഇവിടെ എന്നും രാവിലെ എല്ലാവരും ശർക്കര ഇട്ടിട്ടുള്ള കട്ടൻ കാപ്പി കുടിക്കലുണ്ട്. അതെല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് പുകല. ഈ പുകല എന്തിനാണെന്ന് വെച്ചാൽ പുകല നനച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എലി വരില്ല എന്ന് പറയുന്നേക്കാം. എലി വന്നിട്ട് കുറച്ച് പ്രശ്നമാണ് ഇവിടെ. വണ്ടിയുടെ സംഭവങ്ങൾ ചില സംഭവമൊക്കെ കറണ്ട് തിന്നുണ്ട്. അപ്പോൾ അതിന് ആരോ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അച്ഛൻ അതിന് കൊടുത്തതാണ് കേട്ടോ നമ്മുടെ പുകല. പുകല നനച്ച് വെച്ചാൽ എലി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വെച്ചിട്ട് പറയാം കേട്ടോ ബാക്കി വരുന്നുണ്ടോ ഇല്ലയെന്നില്ല. അപ്പോഴേക്ക് പിന്നെ ഇന്ന് അച്ഛൻ കൊണ്ടുവന്നത് ചക്ക കുൽഫിയാണ് കേട്ടോ. ഇന്നലെ ചോക്കാബാറായിരുന്നു. ചക്ക കുൽഫി എന്നുള്ള ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കുന്നത്. മുന്നേ ഞാൻ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 3 എണ്ണം കൊണ്ടുവന്നിരിക്കും അമ്മയ്ക്കും അച്ഛനും. 3 ആളാണല്ലോ. അപ്പോൾ 3 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തിരുമ്പണ സോപ്പ് ആക്റ്റീവ്. ഇത് നല്ല സോപ്പാട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടം. സോപ്പും പൊടി ഇല്ലെങ്കിലും നല്ല പതപതാതെ തിരുമ്പെടുക്കാൻ പറ്റും. സൂപ്പറാണ്. അപ്പോൾ ഞാൻ തന്നെ ഉദ്ഘാടനം കഴിക്കാൻ വിചാരിച്ച ചക്ക കുൽഫി എടുത്ത് ഉദ്ഘാടനം കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഉദ്ഘാടനം കഴിച്ചപ്പോൾ എനിക്കിത് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചക്ക കുൽഫി എന്നൊന്നും പറയാൻ പറ്റില്ല. ചക്കയായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. ആ പേരുമ്പത്തുള്ള ആ ഫോട്ടോ ആ പേര് മാത്രമേ ഉള്ളൂ. ഏലക്കായുടെ ഒരു ഫ്ലേവറും കുറച്ച് പാലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് എനിക്കിന്ന് തോന്നിയത്. ചക്കയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ കേട്ടോ അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി. ഇത്രയും ഭാഗം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അമ്മ വന്നിട്ട് അമ്മയുടെ ഒരിടത്ത് കഴിക്കുന്നുണ്ട്. അമ്മയുടെ കുറച്ചും കൂടി വെള്ളമായിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഒന്ന് അച്ഛൻ വന്ന് കഴിച്ചോളൂ. അപ്പോൾ ഇതിൽ കുറേ സേമിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചക്കയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഓക്കെ.